രാമായണ മാസം 12-ാം ദിവസം ഭരതരാഘവ സംവാദം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമനാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ, ചാരിക്കപ്പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ, മാമകവാക്യം ചെവിതന്നു കേൾക്കണം. കുണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടത് കൊണ്ടിനി വൈകാതെ, ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക രാജ്യം തവ പൈത്യം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭഗവാൻ ക്ഷത്രിയാണാം അതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ, പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രൻ കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമാനാഥ പ്രസീതമേ. മാതാവ് തന്നെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുത് ദയാനിധേ. ഭ്രാതാവ് തന്നെ പാദാംബുജം ശിരസാധ്യായ ഭക്തി പുണ്ഡിതമരുളി ചെയ്തു, ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉദ്ധാപ്യ രാഘവൻ ഉത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിടിനാൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാരാ നീ എത്രയോക്തം മയാ തത്തൈതമശ്രുതം. താതൻ എന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴുകെന്ന് ചൊല്ലിനാൻ. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നത് കാരണം. ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കും ഈ താതനിയോഗമനുഷ്ഠിക്കുകയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ വേവും മരിച്ചാലും ഇല്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും, പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിയിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും. കാമുകനായ താതൻ മൂഢമാനസൻ, സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ, രാജഭാവം കൊണ്ടു രാജസമാനസൻ. ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ, മന്നവനായ ഭവാൻ വാഴുക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താ പിതാ നാരീചിതനല്ല, കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ. നാഥൻ അസത്യഭയം കൊണ്ടു ചെയ്തതിന്നേതുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴുവനെ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക. സോദരൻ യുദ്ധം പറഞ്ഞത് കേട്ടതി സാദരം രാഘവൻ താനും അരുൾ ചെയ്തു. രാജ്യം നിനക്കും എനിക്ക് വിപിനവും പൂജനാം താതൻ വിധിച്ചതു മുന്നമേ. വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്ന് നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിനരുതെങ്കിൽ. ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന, ദേഹം ഉപേക്ഷിപ്പതി നിത്യമാത്മനി നിശ്ചയിച്ചന്തികേ. ഗർഭവിരിച്ചു കിഴക്കുതിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പൊക്കു ഭരതനും. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തദ്ബോധനാർത്ഥം നയനാന്ത സഞ്ജയ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയി സുതനോട് ചൊല്ലിനാൻ. മൂഢനായിടോല കേൾക്കാ നീയെങ്കിലോ ഗൂഢമായ ഒരു വൃത്താന്തം പാർപ്പജ. രാമനാകുന്നതു നാരായണൻ പരൻ താമരതോത്ഭവനർത്ഥിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. യോഗമായ ദേവിയായതു ജാനകി, ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ. രാവണനെ കൊൽവതിന്നു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ദരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കൽ ഉള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപുരുഷാനിത്യയാസത്വരം നീ രാജധാനിക്ക് പോകമടിയാതെ. മന്ത്രികളോടും ജനത്തോടും അന്തമില്ലാത്ത പടയോടും ഇപ്പോഴേ ചെന്ന അയോധ്യാപുരിമുക്ക് വസിക്ക നീ. വന്നിടും അഗ്രജൻ താനും അനുജനും ദേവിയും 7 സംവത്സരാവതു രാവണൻ തന്നെ വധിച്ചു സപുത്രകം. യുദ്ധം കുരുക്തികൾ കേട്ടു ഭരതനും ചിത്തയെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു.
ഭക്ത്യാ രഘുത്തമസന്നിധൗ സാദരം ഗത്വാ മുഹുർനമസ്കൃത്യ സസോദരം പാതുകാം ദേഹി രാജേന്ദ്ര രാജായതേ. പാദബുദ്ധ്യാ മമ സേവിച്ചുകൊള്ളുവൻ യാവത്ത് അവാഗമനം ദേവദേവാമേ താവദേവാനാരാധം ഭജിച്ചിടുവൻ. ഇതം ഭരതോക്തി കേട്ടു രഘുത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ വരദന് നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമ രക്തവിഭൂഷിത പാതുകം ഉത്തമാംഗേ ചേർത്തു. രാമനരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുദ്ധായ വന്നിച്ചു ചെന്നാൻ സഗദ്ഗതം. മന്യത്വപൂർണേ പ്രഥമതിനെ ഭവാൻ വന്നതില്ലെന്ന് വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസം ഉഷസി ജ്വലിപ്പിച്ച വന്യയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നത് കേട്ടു രഘുപതിയും നിജകണ്ണു നീരന്തുവച്ചമ്പോട് ചൊല്ലിനാൻ. അങ്ങനെ തന്നെ ഒരു അന്തരമില്ലതിന്നങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു. ഇവിടെയും കൊടുത്തിതു. ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്ന പ്രദക്ഷിണവും ചെയ്തു വന്നിച്ചു. മന്നേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേർത്ത് ചേർത്തുകൊണ്ട് ആരൂഢമോദേന കൊണ്ടുപോയിടിനാൻ. ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞ് ചീടിനാൻ. മുമ്പിൽ നടന്നു ഗുഹൻ വഴികാട്ടുവാൻ. പിൻപേ വരുമ്പടയും നിറകൊണ്ടിതു. കൈകേയീതാനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു ഗുഹനുമായി. ഗംഗ കടന്നു ഗുഹാനുവാദേന നാലങ്കപ്പടയോടും കൂടെ കുമാരന്മാർ ചെന്ന അയോധ്യാപുരി പൊക്കു. രഘുവരൻ തന്നെയും ചിന്തിച്ചെന്ന ദിനം ഭക്ത്യാ വിശുദ്ധ ശുദ്ധ്യാപുരവാസികൾ നിത്യസുഖേനാവസിച്ചതെല്ലാവരും. താപസവേഷം ധരിച്ചു വരതിനും താപേന ശത്രുഘ്നും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമോട് മുക്കിതു. വന്നിതാനന്ദൻ ജഗദ്വാസികൾക്കെല്ലാം പാതുകം വച്ചു സിംഹാസനെ രാഘവപാദങ്ങൾ എന്ന് സങ്കല്പിച്ചു സാദരം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചുകൊണ്ട് അന്തികെ സേവിച്ചു നിന്നാരിരുവരും. നാനാമുനിജന സേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും മനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചിലദിനം. ചിത്രകൂടാചലെ ബാണോരനന്തരം ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെ ഇരുന്നാൽ ഇനിയുടൻ. സത്വരം ദണ്ഡകാരണ്യത്തിലായിക്കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും ഇത്തം വിചാര്യ ധരിത്രീസുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ്യ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നിലകൊണ്ടാൻ വനാന്തരെ. അത്രിയാശ്രമ പ്രവേശം. അത്രി തന്നെ ആശ്രമം ബുക്കുമനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമദ്യധന്യോസ്മി മഹാമുനെ ശ്രീമൽപദം തവ കാണായ കാരണം. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്ന തറിഞ്ഞു മുനീന്ദ്രനും. പൂജിച്ച് ദർഘ്യവാദ്യാദികൾ കൊണ്ടുതം രാജീവലോചനം ഭാതൃഭാന്യതം ചൊല്ലീനാൻ ഭൂപാലനന്ദന്മാരോടു. ചൊല്ലിടുമെന്നുടെ ഭക്തിയുണ്ടത്രകൾ എത്രയും വൃദ്ധ തവശ്രീമാരിൽ വച്ചുത്തമയായ ധർമ്മജ്ഞ തപോധന പർണശാലാന്തരഗൃഹേ വസിക്കുന്നിതു. ചെന്നു കണ്ടാലും ജനകദ്രവാത്മജേ എന്നത് കേട്ടു രാമാജയാ ജാനകി ചെന്നനസൂയാ പദങ്ങൾ വണങ്ങിനാൻ. വത്സേ വരികരികേ ജനകാത്മജേ സത്സംഗമം ജന്മസാഫല്യമോർക്കനീ. വത്സേ പിടിച്ചുയർത്താലിംഗനം ചെയ്തു ത്വൽസ്വഭാവം തെളിഞ്ഞു മുനിവ്യക്തിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ അതുകുലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥം അനസൂയ നൽകിയിടിനാൾ. നന്നൂ പാതിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതും ഉത്തമം. കാന്തി നിനക്ക് കുറയായി ഒരിക്കലും ശാന്തനാകുന്ന വല്ലഭൻ തന്നോടും ചെന്ന് മഹാരാജ തനിയകം പൊക്കൂ. നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ. യുദ്ധം അനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തുരക്ക് ഏകമിക്കുന്ന ചീടിനാൽ പൃഷ്ഠമായി മൂവരെയും ഭുജിപ്പിച്ചതാ തുഷ്ടി കലർന്നു തപോധനത്രിയും. ശ്രീരാമനോടരുളി ചെയ്തു ഭവാനഹോ നാരായണൻ എന്നതറിഞ്ഞേനേകം. നിൻമഹാമായ ജഗത്രയവാസിനാം സമ്മോഹകാരിണിയായതു നിർണയം. ഇത്തരം അത്രീ മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രോ വസിച്ചു രഘുനാഥനും ദേവനും. ഉമാദേവിയോടരുളി ചെയ്തി ദേവമെന്നാൽ കിളിപ്പൈതലക്കാലമേ ഇത്യത്രാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാന്ഡം സമാപ്തം. ആരണ്യകാന്ഡം. ഹരിശ്രീ ഗണപതിയെ നമ. അവിക്രമസ്തു. ബാലികേ സുഖകുലമൗലിമാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടുമടിയാതെ. നീലനീരധനിവൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരലോചനൻ നാരായണൻ. നീലലോഹിതസേവ്യൻ നിഷ്കളൻ നിത്യൻ വരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ. പാലനപരായണൻ പരമാത്മാവുതന്റെ ലീലകൾ കേട്ടാൽ മതിയാകയിൽ ഒരിക്കലും. ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സാരമായ ഒരു മുക്തിസാധനം രസായനം. ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകന്ന് കേട്ടു പൈങ്കിളി ചൊന്നാൾ.
ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശ്രീരാംശു മൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചലമകളോടരുൾ ചെയ്തിടിനാൻ വാരികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ. രാമനാം പരമാത്മാവ് ആനന്ദരൂപൻ ആത്മാരാമൻ അദ്വേനേകനവ്യേരവിരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായി എത്രയും സുഖിച്ചു വാണേടിനാൻ ഒരു ദിനം. ഹരേ രാമ 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 ഹരേ ഹരേ.